ഇതാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ മെയിൻ ബോർഡ്. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും തുടങ്ങാം. ഇവിടെ വേണ്ട സെയിൽസ് കൗണ്ടറുണ്ട്. നമുക്ക് എന്ത് സാധനം ഇവിടെ നിന്ന് മേടിക്കാം. പക്ഷേ ഇപ്പോൾ ലഞ്ച് ടൈം ആയതുകൊണ്ട് തോന്നണു അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ചെറിയൊരു മഴയുണ്ട്, അതുകൊണ്ട് ജനങ്ങളൊക്കെ ഇങ്ങനെ തണുപ്പിലാണ്. ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അകത്തുള്ള മറ്റൊരു ഗാർഡൻ. എത്ര രസകരമായിട്ടാണ് അവരിത് അറേഞ്ച് ചെയ്ത് നോക്കിയാൽ. സംഭവം കാണുമ്പോൾ വളരെ ഭംഗി. പക്ഷെ ഉണ്ടാക്കാൻ നിസ്സാരം എളുപ്പമല്ല കേട്ടോ. കണ്ട ഇന്ത്യയുടെ ഭൂപടം അതൊരു കൊച്ചു മാറ്റിയിരിക്കുന്നു. കേരളം തുടങ്ങി അങ്ങാറ്റം വരെ ലഡാക്ക് വരെ ഇതിനകത്തുണ്ട്. എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. നമുക്ക് സന്തോഷമായിട്ട് പഠിക്കാനെ പറ്റി. ഈ മരത്തിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയണില്ല. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ ബോർഡിൽ നിന്ന് ഇത് വായിക്കാം. കാണുമ്പോൾ ഒരു ഉണക്ക മരമാണ്, പക്ഷെ അതിൻ്റെ ഹിസ്റ്ററി സംഭവം കേട്ടോ. കണ്ടോ, ഇത് മറ്റൊരു കൊച്ചു ഗാർഡൻ. ഇതിൻ്റെ പേര് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് കഴിഞ്ഞാൽ ഇറ്റാലിയൻ ഗാർഡൻ, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല അതൊക്കെ പോയി കാണാൻ. കണ്ടോ, നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുക ഇറ്റാലിയൻ ഗാർഡനിലാണ്. ഞാൻ കയറണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ ടൂർ വന്നേക്കണതല്ലേ, കുറച്ച് കലോറി കത്തിപ്പോണ്ടേ. കൂട്ടത്തിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയരുല്ലോ. കുറച്ച് ഭാഗം മാത്രം പിടിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ. കണ്ടോ, ഇറ്റാലിയൻ ഗാർഡൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തമാശയാക്കി. ഇതാണ് അവർ എഴുതി വെച്ചാണ് പേരൊക്കെ. 143 പടികൾ കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ കയറി വരുന്ന സമയത്ത് ഒരു ഹിന്ദിക്കാരി മേഡം കൊച്ചിനെ പേടിപ്പിക്കുകയാണ്. വേഗം കയറ്, അല്ലെങ്കിൽ നിൻ്റെ പപ്പ വരും, വടി കൊണ്ടുവരും. പപ്പ കോക്രോച്ചിനെ കൊണ്ടുവരും, നിന്നെ പേടിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് അറിയാവുന്ന ഹിന്ദിയിൽ പറഞ്ഞു കൊടുത്തു, പേടിപ്പിക്കരുത്. പിള്ളേരുടെ മനസ്സിൽ ഭയം കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് പോകില്ലാന്ന്. ആ 2 സ്ത്രീകളും കൂടി എനിക്കൊരു കൂപ്പുക തന്നു കേട്ടോ. വളരെ സന്തോഷം. ഇറ്റാലിയൻ ഗാർഡനിലെ മറ്റൊരു ഭാഗമാണ് ഇത്. കണ്ട നിൽക്കണ കാണുമ്പോൾ നമുക്ക് അമ്പലങ്ങൾ ഓർമ്മ വരില്ലേ. ഗുരുവായൂർ കേശവനാണെന്ന് സംശയം. പണ്ട് വെള്ളക്കാർ വന്നിറങ്ങിയപ്പോൾ വീരങ്കി വെച്ച് 2 വെടിവിട്ടിട്ട് പറഞ്ഞു, കീഴടങ്ങിക്കോ ഇല്ലെങ്കിൽ വിവരം അറിയുന്നു. അന്ന് നമ്മളൊക്കെ കൈവക്കി. അതിൻ്റെ ഒരു ഓർമ്മ അല്ലേ. ഇറ്റാലിയൻ ഗാർഡൻ്റെ ഭംഗിയില്ലേ. ഇവിടെ ഒരുപാട് ഗാർഡനുണ്ട്, പക്ഷേ ഇതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഒന്നുകിൽ ഇറ്റലിക്കാർ ഇത് പരിപാലിക്കുന്നു, അതല്ലെങ്കിൽ അവർ എന്തെങ്കിലും സബ്സിഡി കൊടുക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ വെള്ളക്കാരല്ലേ, നമ്മൾ കവാത്ത് പറക്കും. അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണം. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഇത് പിടിച്ച് പരിചയമൊന്നുമില്ല, എങ്കിലും എനിക്കറിയുന്ന മാതിരി പിടിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ഭംഗി എൻ്റെ ഈ കൊച്ചു ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ എന്നെ കൊണ്ടാവില്ല. ഞാൻ വെറുതെ ഒരു ശ്രമം നടത്തുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഗാർഡൻ കഴിഞ്ഞെന്ന് ഞാൻ കരുതിയേട്ടാ. ഇല്ല, ഇത് തുടങ്ങിയിട്ടുള്ളൂ. ഇത് ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ 2 മണിക്കൂർ വേണ്ടി വരും. അതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കണ്ടോ, ഇതാണ് മറ്റൊരു ഗാർഡൻ. സത്യത്തിൽ ഇവിടെ ഇതേപ്പറ്റി പഠിക്കാനും അറിയാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. 90% ആൾക്കാർ വരുന്നത് ഫോട്ടോ എടുക്കാനും ഭംഗി ആസ്വദിച്ച് പോകാനും വേണ്ടി മാത്രമാണ്. അല്ല, ആരും കുറ്റം പറയാൻ പാടില്ലല്ലോ, ഞാനും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. കണ്ട, ഗാർഡൻ്റെ ഉള്ളിൽ പിന്നെയും ഗാർഡൻ. മൊത്തത്തിൽ എനിക്ക് വയ്യ. ഗാർഡനുകളിലൊരു ബഹളമാണ് കേട്ടോ. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം, വാക്യൊന്നു വേലിക്ക് വർണ്ണങ്ങൾ പൂവായി, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, എല്ലായിടവും പുഷ്പഗന്ധം പരത്തി, മെല്ലെന്നു തെക്കുന്നു വീശുന്നു വായു. വീഡിയോ നീണ്ടുപോയി. അപ്പോൾ ഈ ഗാർഡൻ്റെ തന്നെ വിശേഷങ്ങളും ഊട്ടി വിശേഷങ്ങളായിട്ട് ഇനിയും വരാട്ടോ. എല്ലാവരും ഒന്ന് കൈപൊക്കി ഒന്ന് ആശീർവദിച്ച് വിടാം. താങ്ക് യു.